എല്ലാവർക്കും നമസ്കാരം. AXB അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്രൗണി ആര് എന്നാണ് ചോദ്യം. ആൻസർ ദ്രോണർ ആണ്. ആൻസർ ദ്രോണർ. ദ്രോണറുടെ പുത്രൻ ആണ് ദ്രൗണി. ദ്രോണറുടെ പുത്രൻ ആണ് ദ്രൗണി എന്ന് പറയുന്നത്. ആരാണ് ദ്രൗണി? ദ്രോണറുടെ പുത്രനാണ് ദ്രൗണി. ഭീമന്റെ പുത്രി ആരായിട്ട് വരും? ഹൈമി ആയിട്ട് വരും. ജനകന്റെ പുത്രി ജാനകിയാണ്. അങ്ങനെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പദങ്ങൾ സാധാരണ ചോദിക്കാറുള്ളതാണ്. ദ്രോണറുടെ പുത്രനാണ് ദ്രൗണി, ജനകന്റെ പുത്രി ജാനകി, ഭീമന്റെ പുത്രിയാണ് ഹൈമി എന്നറിയപ്പെടുന്നത്. താഴെ പറഞ്ഞതിൽ ശരിയായ പദം ഏതെന്നാണ് അടുത്ത ചോദ്യം. ആൻസർ കവ ഇത്രി എന്നാണ് ആൻസർ. കവി കവ ഇത്രി എന്നാണ് പറയുന്നത്. കവിയാണ് കവയിത്രി ആയിട്ട് മാറുന്നത്. അപ്പൊ കവയിത്രിയുടെ എതിർലിംഗം ഏതെന്ന് വെച്ചാൽ കവിയാണ്. കവിയുടെ എതിർലിംഗം സ്ത്രീലിംഗം കവ ഇത്രി. ഇവിടെ കവി കവ ഇത്രി എന്നായിട്ട് മാറും. ഇവിടെ നോക്കാം, ഐക്യമത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐക്യമത്യമല്ല, ഐകമത്യമാണ്. ഐകമത്യം. വിമ്മിട്ടം എന്നാണ് ശരിയായ പദം. വിമ്മിട്ടം. സമ്രാട്ട് എന്നാണ്. സമ്രാട്ട്. സാമ്രാട്ട് അല്ല, സമ്രാട്ട് എന്നായിട്ട് മാറും. അപ്പൊ കവിയാണ് കവ ഇത്രിയായി മാറുന്നത്. അപ്പൊ കവ ഇത്രി എന്നേ വരവൂ. കവിക്ക് എതിർലിംഗമാണ് ചോദിക്കാറുള്ളത്. കൂടുതലും ചോദിച്ചിട്ടുള്ളത് കവ ഇത്രിയായിട്ട് മാറും. കവൈ ഇത്രി അല്ല, കവ ഇത്രിയാണ്. വായിക്ക് വള്ളിയില്ല, യായിക്കേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. കവ ഇത്രി ഇത് ശരിയായ പദം വരുന്നത്. അടുത്ത് നോക്കാം, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിന്മുദ്ര. ചിന്മുദ്ര എഴുതുന്നത് എങ്ങനെയാ നോക്കിക്കേ. ചിന്മുദ്ര. നമുക്ക് തന്നിരിക്കുന്ന പദത്തില് ഒരു കൂട്ടക്ഷരം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആദ്യം പിരിച്ചെഴുതി നോക്കണം. ഇവിടെ ഇൻമുദ്ര എന്നുള്ളതിനകത്ത് ഈ പദം ഇന് പ്ലസ് മൂ ആണ് എന്ത് വരുന്നത്, അല്ലെങ്കിൽ മ ഊ ആയിട്ട് മാറും. അതായത് നോക്കാം, മ പ്ലസ് ഊ ആയിട്ടാണ് ഇൻമു എന്ന ശബ്ദത്തെ വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യ പദം അല്ലെങ്കിൽ ആദ്യ അക്ഷരം വർണ്ണം ഏതെന്ന് ചോദിച്ചാൽ ഞായാണ്. ആദ്യ വർണ്ണം ഏതാണ്? ഞാ എന്ന അക്ഷരമാണ്. ഞാ എന്ന അക്ഷരത്തിന്റെ പേര് അനുനാസികം എന്നാണ്. ങ ഞ ണ ന മ. ങഞ്ഞണനമയാണ് അനുനാസിക ശബ്ദം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അനുനാസിക ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഖരത്തിലേക്കാണ് ആൻസർ പോകേണ്ടത്. ഏത് അനുനാസിക ശബ്ദമാണോ തന്നിരിക്കുന്നത് ആ അനുനാസിക ശബ്ദത്തിന്റെ ഖരാക്ഷരത്തിലേക്കാണ് എന്ത് പോകേണ്ടത്? ആൻസർ വരേണ്ടത്. തന്നിരിക്കുന്നത് ന്യായാണെങ്കിൽ അതിന്റെ ഖരാക്ഷരം ഏതാണ്? ത ആയിട്ട് മാറും. അപ്പം ചിത്തേ പ്ലസ് മുദ്രയാണ് ആൻസർ വരേണ്ടത്. ത ഇഥ ദ ഇധ ന. ത എന്ന് പറയുന്നത് ഖരാക്ഷരമാണ്. അപ്പൊ ത എന്ന ഖരത്തിന്റെ അനുനാസിക ശബ്ദമാണ് എന്ത്? ഞാ എന്ന് പറയുന്നത്. അപ്പോൾ ഞാ വരുമ്പോൾ എന്തായിട്ട് മാറും? തായിലേക്ക് മാറി. ചിത്തേ പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര എന്ന പദത്തെ പിരിച്ചെഴുതുമ്പോൾ. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ പനന്തോപ്പ് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? പനന്തോപ്പ്. ഇവിടെ ഇന്ത എന്ന ശബ്ദമാണ് നമുക്ക് കൂട്ടക്ഷരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇന്തായി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നേ? ഇന് പ്ലസ് തായാണ് ഇന്ത ആയി മാറുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? പന പ്ലസ് തോപ്പ് എന്നാണ് പനന്തോപ്പ് എന്ന് നമുക്ക് പിരിച്ചെഴുതാനുള്ളത്. പന പ്ലസ് തോപ്പാണ് പനന്തോപ്പ് എന്ന് പറയുന്നത്. കരിഞ്ചന്ത എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? കരി പ്ലസ് ചന്ത. കരിഞ്ചന്ത എങ്ങനെ എഴുതുന്നേ? കരി പ്ലസ് ചന്ത ആയിട്ടാണ് നമുക്ക് പിരിച്ചെഴുതാൻ പറ്റുന്നത്. ഇഞ്ച എന്ന ശബ്ദം എങ്ങനെയൊക്കെയാ? ഇഞ്ഞ് പ്ലസ് ചായാണ് ഇഞ്ച ആയി മാറുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് അനുനാസിക ശബ്ദമാണെങ്കിൽ ആ അനുനാസിക ശബ്ദത്തിന്റെ ഖരാക്ഷരത്തിലേക്കാണ് ആൻസർ മാറേണ്ടത്. മനസ്സിലായല്ലോ? ഖരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖജടതവ. അനുനാസികങ്ങൾ ഏതൊക്കെയാണ്? ങഞ്ഞണനമ. അപ്പം ഏതാണോ അനുനാസികം അതിന്റെ ഖരത്തിലേക്കാണ് ആൻസർ എഴുതേണ്ടത്. മിഷൻ 2027 LDC 2027 എന്നൊരു പുതിയ LDC ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LDC 2027 എന്ന് പറയുന്ന ഒരു പുതിയ ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാ ദിവസവും ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എല്ലാ ദിവസവും എക്സാം കാണും. ഇത് കുട്ടികളെ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ മെന്റേഴ്സ് കാണും. അവരുടെ സഹായത്തോടെയാണ് എക്സാമും ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്റേഴ്സ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഈ LDC 2027 ജോയിൻ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ജോയിൻ ചെയ്യുക.
എന്തെങ്കിലും LDC 2027 ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അതിനെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആക്കി തരും. അപ്പം എല്ലാവരും LDC 2027 ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്ത LD ക്ലർക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പരിശ്രമിക്കുക. അടുത്ത ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചുരുക്കി പറയുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം ഏത്? താഴെ മിടുക്കർ, ശൂദ്രർ, പുരുഷന്മാർ, അധ്യാപകർ. സലിംഗ ബഹുവചനമാണ് നമുക്കിവിടെ ചോദ്യം തന്നിരിക്കുന്നത്. എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീലിംഗമോ പുല്ലിംഗമോ നപുംസകലിംഗമോ ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന സലിംഗ ബഹുവചനം. എന്താണ് സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ? സ്ത്രീവർഗത്തെ സൂചിപ്പിക്കുന്നവയാണ് എന്തേ സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഉദാഹരണം കവയിത്രി, അതുപോലെ സന്യാസിനി, ഏകാകിനി, സ്നുഷ ഇങ്ങനെയൊക്കെയുള്ളവരാണ് നമുക്ക് സ്ത്രീലിംഗത്തിന് ഉദാഹരണമായി പറയുന്നത്. പുല്ലിംഗം പുരുഷവർഗത്തെ സൂചിപ്പിക്കുന്നവയാണ് എന്തേ പുല്ലിംഗം എന്ന് പറയുന്നത്. ആൺവർഗത്തെ സൂചിപ്പിക്കുന്നതെല്ലാം എന്താണ് പുല്ലിംഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. കവി, രാജാവ്, അതേപോലെ തന്നെ സന്യാസി, ഏകാകിനി ഇവയൊക്കെയാണ് നമുക്ക് എന്ത് പറയുന്നത് പുല്ലിംഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ നിർണയിക്കാൻ കഴിയാത്തവയെല്ലാം നപുംസകലിംഗത്തിന് ഉദാഹരണമായി പറയാം. അതായത് നമുക്ക് ആണെന്നോ പെണ്ണെന്നോ നിർണയിക്കാൻ കഴിയാത്തവയെല്ലാം എന്താണ് പുല്ലിംഗത്തിനെ ഉദാഹരണമായി പറയാം. ഉദാഹരണം പുസ്തകം, പേന, അതുപോലെ ഡെസ്ക്, ബെഞ്ച്, അഗ്നി, വായു ഇതൊക്കെ നമുക്ക് നപുംസകലിംഗം. ആണെന്നോ പെണ്ണെന്നോ നിർണയിക്കാൻ പറ്റാത്തവയായിട്ടുള്ളവയാണ് നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ. ഇവയൊക്കെ ഏതിന് ഉദാഹരണമായിട്ട് പറയാം? നപുംസകലിംഗത്തിനെ ഉദാഹരണമായി പറയാം. അപ്പം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുക. ബഹുത്വം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളവയെ സൂചിപ്പിക്കുന്നതാണ് എന്തേ ബഹുത്വം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തേ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ആ സലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരാണ് ആൻസർ. അതായത് പുരുഷൻ എന്നുള്ളത് പുല്ലിംഗമാണ്. പുരുഷന്മാർ വരുമ്പോൾ സലിംഗ ബഹുവചനത്തിലേക്ക് പോകും. ബാക്കി ഓപ്ഷൻ നോക്കാം. മിടുക്കർ. മിടുക്കർ എന്ന് പറയുമ്പോൾ ആണുമുണ്ട് പെണ്ണുമുണ്ട്. ആൺകുട്ടികളും മിടുക്കരായിട്ട് വരാം, പെൺകുട്ടികളും മിടുക്കരായിട്ട് വരാം. അപ്പൊ അതെന്തെന്ന് വെച്ചാൽ അലിംഗമാണ്. അലിംഗ ബഹുവചനത്തിനെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. എന്താണ് അലിംഗം അല്ലെങ്കിൽ അലിംഗ ബഹുവചനം? അലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ കൂടി ചേരുന്നവയാണ് അലിംഗം എന്ന് പറയുന്നത്. അവയുടെ പൊതുവായിട്ടുള്ള പദത്തിന് നമുക്ക് അലിംഗം എന്ന് പറയാം. അലിംഗത്തിന്റെ മറ്റു പേരുകളാണ് സാമാന്യലിംഗം, ഉഭയലിംഗം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്നു. സാമാന്യലിംഗം, ഉഭയലിംഗം എന്നീ പേര് അറിയപ്പെടുന്ന എന്താണ് അലിംഗമാണ്. അവിടെ ഉദാഹരണം നമുക്ക് പറയുന്നത് അലിംഗത്തിന് ഉദാഹരണം കുട്ടി, ശിശു, സുഹൃത്തെ, മിത്രം, ശത്രു, ഉദ്യോഗാർത്ഥി. ഇത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഉദ്യോഗാർത്ഥി എന്ന പദം കേൾക്കുമ്പോൾ നമുക്ക് ആണോന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പൊതുവായി പറയുന്ന പദങ്ങളെല്ലാം അലിംഗത്തിന് ഉദാഹരണമായി പറയാം. അവയുടെ ബഹുത്വമാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ, മിത്രങ്ങൾ, ശത്രുക്കൾ, സുഹൃത്തുക്കൾ, കുട്ടികൾ ഇവയൊക്കെ നമുക്ക് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായി പറയാവുന്നതാണ്. അടുത്ത ശൂദ്രർ. ആർ എന്ന പദം വന്നിട്ടുണ്ട്. ശൂദ്രർ എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ഒരു ജാതിയെ ഉൾക്കൊള്ളുന്നതാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായി പറയാം. അവിടെയും സ്ത്രീയും പുരുഷനും കൂടിച്ചേരുന്ന ഒരു ജാതി വിഭാഗമാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അടുത്തതാണ് അധ്യാപകർ. അധ്യാപകർ എന്താണ് പ്രത്യേകത? സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. അപ്പൊ അധ്യാപകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അധ്യാപിക എന്ന് പറയാം. അവര് രണ്ടുപേരോട് ഉൾക്കൊള്ളുന്നതാണ് എന്തേ അധ്യാപകർ എന്ന് പറയുന്നത്. അതും എന്താണ് അലിംഗ ബഹുവചനത്തിനെ ഉദാഹരണമായി പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഉള്ളതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പുരുഷന്മാരാണ്. പുരുഷന്മാരാണ് സലിംഗ ബഹുവചനം. ബാക്കി മൂന്നും അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായി പറയാവുന്നതാണ്. അലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.